മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ അന്വേഷണം തടയണമെന്ന കിഫ്ബിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഇഡിക്ക് അന്വേഷണം തുടരുന്നതിൽ തടസ്സമില്ല. തോമസ് ഐസക്കിന്റെ ഉൾപ്പെടെ സ്വകാര്യ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമൻസ് പിൻവലിക്കുമെന്ന് ഇഡി അറിയിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്താണ് വിശദാംശങ്ങൾ? മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ട് തോമസ് ഐസക്കും കിഫ്ബി അടക്കം നൽകിയ ഹർജികളാണ് സിംഗിൾ ബെഞ്ച് ഇന്ന് പരിഗണിച്ചത്. ഈ ഹർജിയിലെ തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചിരിക്കുകയാണ്. കിഫ്ബിയുടെ ഹർജിയിലെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇഡിയുടെ അന്വേഷണം അത് തടയണമെന്നുള്ളതാണ്. പക്ഷേ ആ ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചില്ല. സ്വാഭാവികമായിട്ടും അന്വേഷണം തുടരുന്നതിൽ ഇഡിക്ക് തടസ്സമുണ്ടാകില്ല. അന്വേഷണമായിട്ട് ഇഡിക്ക് മുന്നോട്ട് പോകുക തന്നെ ചെയ്യാം. നേരത്തെ അതായത് മസാല ബോണ്ട് നടത്തിപ്പിൽ ക്രമക്കേടുണ്ടായി എന്നൊരു പ്രാഥമികമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന ഒരു നിർദ്ദേശം കോടതി നൽകിയിരിക്കുന്നത്? വിനീഷ്, നേരത്തെ തന്നെ പല ഇടക്കാല ഉത്തരവുകളിലൂടെയും ഇഡിക്ക് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ തടസ്സമില്ല എന്ന് ഹൈക്കോടതി ആവർത്തിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും ഒരു ചുറ്റിക്കറങ്ങിയുള്ള അന്വേഷണത്തിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് തെളിവുകൾ ഉണ്ടെങ്കിൽ ഇഡിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തന്നെയാണ് കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ സമൻസ് അയക്കുന്നതിൽ ചില നടപടിക്രമങ്ങളും നിയമാനുസൃതമായിട്ടുള്ള രീതികളും പിന്തുടരണം. ഈ തോമസ് ഐസക്കിന്റെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറഞ്ഞിരുന്നത് തന്റെ സ്വകാര്യ വിവരങ്ങൾ അടക്കം തേടിക്കൊണ്ടുള്ളതാണ് ഇഡിയുടെ സമൻസ്. അതുകൊണ്ട് തന്നെ അത് നിയമവിരുദ്ധമാണ് എന്നുള്ളൊരു വാദമാണ് തോമസ് ഐസക്ക് ഹൈക്കോടതിയിൽ ഉന്നയിച്ചതും ഹർജിയിലുടനീളം ഉന്നയിച്ചിരുന്നതും. എന്തായാലും ഈ പ്രശ്നം, അതായത് ഈ സ്വകാര്യ വിവരങ്ങൾ അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നേരത്തെ അയച്ചിട്ടുള്ള സമൻസ് അത് പിൻവലിക്കാമെന്നുള്ള കാര്യം ഇഡിയുടെ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ഇക്കാര്യം കോടതി രേഖപ്പെടുത്തിക്കൊണ്ടാണ് തോമസ് ഐസക്കിന്റെയും ഒപ്പം തന്നെ കിഫ്ബിയുടെ ഹർജികൾ ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഹൈക്കോടതി തടസ്സമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൽ നിയമാനുസൃതമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണമെന്നുള്ള ഒരു നിരീക്ഷണം കൂടി ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കിഫ്ബിക്കുള്ളിൽ മസാല ബോണ്ട്. ഈ മസാല ബോണ്ടിൽ ഇപ്പോൾ അത് വലിയൊരു കുരുക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സർക്കാരിന്, അല്ലെങ്കിൽ പിണറായി സർക്കാരിന് അത് തിരിച്ചടിയാകും എന്ന തരത്തിലേക്ക് തന്നെയാണ് നമുക്ക് ഈ കോടതിയുടെ ഈ ഒരു നിരീക്ഷണത്തെ വിലയിരുത്താൻ സാധിക്കുന്നത്. വിനീഷ്, ഈ മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ പ്രാഥമിക അന്വേഷണം നടത്തുന്നതിനിടയിൽ തന്നെയായിരുന്നു കിഫ്ബിയും ഒപ്പം തന്നെ തോമസ് ഐസക്കും ഹൈക്കോടതിയിൽ ഹർജി നൽകിക്കൊണ്ട് ഇടപെടൽ ആവശ്യപ്പെട്ടത്. സെമ നിയമലംഘനം മസാല ബോണ്ട് സമാഹരിച്ചതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വാദമാണ് കിഫ്ബിയും തോമസ് ഐസക്കും മുന്നോട്ട് വെച്ചത്. പക്ഷേ സമൻസിലടക്കം തന്റെ സ്വകാര്യ വിവരങ്ങൾ അടക്കം ആവശ്യപ്പെടുന്നുണ്ട്. ഇത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ സമൻസ് റദ്ദാക്കണമെന്നുള്ള ആവശ്യം തോമസ് ഐസക്ക് ഉന്നയിച്ചു. പക്ഷേ പലതവണയും ഹൈക്കോടതി പറഞ്ഞത് അന്വേഷണം തുടരുന്നതിൽ യാതൊരു തടസ്സമില്ല. പക്ഷെ സമൻസ് നിയമാനുസൃതമാണോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തെളിവുകൾ ഉണ്ട് എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇന്നും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ അന്വേഷണം തടയണമെന്നുള്ള കിഫ്ബിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. തുടരന്വേഷണം ആകാം എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു.